വെള്ള അഡീനിയത്തിൻ്റെ പരിചരണത്തെ പറ്റി നമുക്ക് പറയാം. വെള്ള അഡീനിയം പൂക്കൾ നമ്മുടെ ഗാർഡനിൽ തന്നെ വളരെ ഭംഗി കൊടുക്കുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ ലീഫും വൈറ്റ് ഫ്ലവേഴ്സും വൈറ്റ് മുട്ടുകളൊക്കെ ആവുമ്പോൾ നമ്മുടെ ഗാർഡനിൽ നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് വെള്ള അഡീനിയം പൂക്കൾക്ക്. വൈറ്റ് ഫ്ലവേഴ്സ് നമുക്ക് ഈ റോസ് സീഡിൻ്റെ വിത്ത് പാവുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. എനിക്ക് അങ്ങനെ കിട്ടിയൊരു വെറൈറ്റി ഫ്ലവറാണ് വൈറ്റ് ഫ്ലവർ. റോസിൻ്റെ വിത്ത് പാകിയപ്പോൾ എല്ലാതും റോസായിട്ട് വന്നു, 2-3 തൈ വൈറ്റ് ആയിട്ട് കിട്ടി. അപ്പം നമുക്ക് ഇങ്ങനെ കളറ് ഇന്ന കളറ് എന്ന് വെച്ചിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല. വിത്ത് ഇന്ന റോസിൻ്റെ ഭാവിയെ റോസിൻ്റെ തന്നെ കിട്ടുന്ന പറയാൻ പറ്റില്ല. വെള്ള കിട്ടാം, റെഡ് കിട്ടാം, ഒക്കെ കിട്ടാം. അങ്ങനെയാണ് എനിക്ക് വെള്ള കിട്ടിയത്. പിന്നെ നമ്മൾ പ്രൂണിങ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ഫ്ലവറിൻ്റെ കൊമ്പ് പ്രൂൺ ചെയ്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ഫ്ലവർ കിട്ടുന്നത് നമുക്ക് ഉറപ്പിക്കാം. ഇതിപ്പോൾ റോസ് ഫ്ലവറിൻ്റെ വിത്തുന്നത് 2 ബീൻസ് സൈസ്. ഇതിങ്ങനെ ചെറിയൊരു റോസ് ഷെയ്ഡും കൂടി ഉണ്ട് ഈ വിത്തിന്. കണ്ട, ഇതിപ്പോൾ ഒരു പാകമായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നൂലുകൊണ്ട് കെട്ടി വെക്കണം. അപ്പൂപ്പന്താടി പോലെ, അല്ലെങ്കിൽ വിത്തുകളൊക്കെ പറന്നു പോകും. ഈ ഒരു സമയത്ത് നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയാൽ അത് പറന്നു പോവില്ല. മൂപ്പെത്തുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് വിത്ത് കിട്ടും. അപ്പം ഇതിങ്ങനെ പാവിയിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ഫ്ലവർ ഉള്ള ചെടി എനിക്ക് കിട്ടിയത്. പ്രകാശം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അഡീനിയം. അപ്പോൾ 6 തൊട്ട് 8 മണിക്കൂർ വരെ നമ്മുടെ അഡീനിയം പ്ലാന്റിന് സൂര്യപ്രകാശം കിട്ടണം. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താം. അതായത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ ആയിട്ടും അഡീനിയം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ നല്ലോണം ലൈറ്റ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാവുക. അടിയിൽ ടൈൽസ് ഇട്ട കാരണം അടിയിൽ നിന്നും മുകളിൽ നിന്നും നല്ല ചൂട് ഈ ചെടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് പ്ലാസ്റ്റിക് ചട്ടിയാണ് ഞാൻ ഉപയോഗിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ടും ചെടിക്ക് നല്ലൊരു ചൂട് കിട്ടുന്നുണ്ട്. അപ്പം നല്ലോണം വെള്ളം നനയ്ക്കുമ്പോൾ നല്ലോണം ഡ്രെയിനേജ് സൗകര്യം, അതായത് നല്ലോണം ഹോൾസ് ഇടണം. ഹോൾസ് ഇട്ടിട്ട് വേണം നമ്മൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്യാൻ. നല്ലോണം വെള്ളം വാർച്ച വേണം. തീരെ കെട്ടി നിൽക്കാൻ പാടില്ല. ചെടികൾ പൂവില്ലാണ്ട് തന്നെ നല്ല ഭംഗി നമ്മുടെ ഗാർഡനിന് കൊടുക്കുന്നതാണ്. അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ ഒരു കോഡക്സും ചെടിയുടെ ഒരു സൈസിൻ്റെ ഒരു മെത്തേഡാണ്. അതിനായിട്ട് നമ്മൾ കോഡക്സ് നല്ലോണം കട്ട് ചെയ്ത്, അതായത് തണ്ടുകൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ ചെടിയുടെ കോഡക്സും ചെടിയും നല്ല ബുഷി മോഡലാവണം. അല്ലെങ്കിൽ അതിങ്ങനെ ആണ്ടുപോയി ചെടിക്ക് അത്രയും കൂടെ ഭംഗി കിട്ടില്ല. അപ്പോൾ ഇത് ഫ്ലവേഴ്സ് ഇല്ലെങ്കിലും നമ്മുടെ ചെടി ഗാർഡനിലേക്ക് ഒരു ഭംഗിയായിട്ട് നിൽക്കും, കോഡക്സ് വലുതായ കാരണം. ഇനി വാട്ടറിങ്ങിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് നനയ്ക്കാൻ പാടില്ല. നനച്ച് കഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോവും, ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും. കോഡക്സിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് വാട്ടറിങ് പാടില്ല. പിന്നെ കാലത്തെ നേരം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും ആ വെയിലുകൊണ്ട് വെള്ളമൊക്കെ വാർന്നു പോയി ചെടി ഓക്കെ ആയിട്ട് നിൽക്കും. 2 ദിവസത്തിൽ കൂടെയൊക്കെ ഒന്ന് നനച്ചാൽ മതി. നമ്മൾ ചെടിയിലെ കടക്കലത്തെ മണ്ണൊന്ന് തൊട്ട് നോക്കുക. അപ്പം നല്ല ഡ്രൈ സോയിലായെങ്കിൽ മാത്രമേ നമ്മൾ നനയ്ക്കേണ്ട കാര്യമുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചെടി പൂവുണ്ടാവുന്നത്. വേനൽക്കാലത്ത് നനയ്ക്കണം. പിന്നെ മഴക്കാലം ആകുമ്പോൾ നമ്മൾ ചെടിച്ചട്ടി വീടിൻ്റെ ഷെയ്ഡിലൊക്കെ വെക്കണം. എന്നാലാണ് നമ്മുടെ ചെടി കോട്ടല്ലാണ്ട് നിൽക്കുള്ളൂ. ഞാനൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. നല്ല ഡ്രെയിനേജ്, വെള്ളം തീരെ നിൽക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തായാലും വെക്കാം. പക്ഷേ ഏറ്റവും സേഫ് നമുക്ക് വീടിൻ്റെ ഷെയ്ഡിലേക്ക് വെക്കണതാണ്. പിന്നെ നമ്മൾ ഫെർട്ടിലൈസർ, അതായത് വളങ്ങൾ എന്തൊക്കെയോ കൊടുക്കണേന്ന് നോക്കാം. നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ സാഫ് ചേർക്കേണ്ടത് നല്ലതാണ്. അപ്പോഴാണ് നമ്മുടെ ചെടി നല്ല ബുഷിയായിട്ടാവുക. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂൺ ചെയ്ത ഭാഗത്ത് നമ്മൾ ആ വെള്ളം ഒപ്പിക്കഴിഞ്ഞിട്ട് സാഫ് തേച്ച് കൊടുക്കണം. എന്നാലാണ് ചീഞ്ഞ് പോകാണ്ടിരിക്കാനുള്ള ഇതുവരെ. പിന്നെ അതുപോലെ റീപോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ സാഫ് കുറച്ച് ചേർത്തിട്ട് വേണം റീപോർട്ട് ചെയ്യാനായിട്ട്. ഗ്രോത്തിങ് മിക്സറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പ്രൂൺ ചെയ്തതിന് ശേഷം വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണപ്പൊടി, ഇത് 3 മിക്സ് ചെയ്ത് നമുക്ക് ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ചയിൽ ചെടി വരും. അത് പ്രൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വളപ്രയോഗം വേണം ചെയ്യാനായിട്ട്. കടയൊന്ന് ഇളക്കി ശേഷം നമ്മൾ ഈ ഗ്രോത്തിങ് ഹോർമോൺ പ്രൂൺ ചെയ്ത വശം ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കണം. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം തണലത്ത് വെക്കണം. അതിന് ശേഷം വളം നമ്മളൊപ്പം ചേർക്കണം. പിന്നെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് വെയിലത്ത് വെക്കാൻ പാടുള്ളൂ. വളം ഇട്ടതിന് ശേഷം കൈയോടെ തന്നെ വെള്ളം ഒഴിക്കണം. എന്നാലാണ് നമ്മുടെ ചെടിക്ക് ആ വളം ഇറങ്ങുള്ളൂ. വളം ഇട്ട് കഴിഞ്ഞ് വെള്ളം കമ്പൽസറി ആയിട്ട് ഒഴിച്ചിരിക്കണം. പ്രൂണിങ് കഴിഞ്ഞിട്ട് നമ്മൾ വളം ഇട്ടു. അത് കഴിഞ്ഞ് ചെടി നല്ല വളർച്ച വരുമ്പോൾ ഫ്ലവറിങ് ബൂസ്റ്റർ കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ എടുക്കാറുള്ളത് സാധാരണ നമ്മുടെ വീട്ടിലുള്ള വളം തന്നെയാണ്. കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചത്, അതുപോലെ നമ്മുടെ ചാരെന്ന് പറയും, അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. അത് നല്ലൊരു വളമാണ്, ഫ്ലവറിങ് ബൂസ്റ്ററാണിത്. നമ്മുടെ വീട്ടിലുള്ള വളൻ്റെ മതി, നല്ലൊരു ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കാം.
വിത്ത് ഇതേപോലെ അപ്പൂപ്പന്താടി പോലെയാണ് ഇരിക്കുക. നമ്മൾ റോസ് കളറിലുള്ളതിന് ലൈറ്റ് റോസ് കളർ കണ്ടു. നമ്മുടെ വൈറ്റ് കളറിലുള്ള സീഡ്സ് സാധാരണയായിട്ട് ഞാൻ കാണാറ് ലൈറ്റ് ഗ്രീൻ ഇളം പച്ച കളറിലുള്ള നല്ല 2 വിത്തുകളായിട്ടാണ് ഉണ്ടാവാറ്. അതിൽ നിറച്ച് വിത്തുകളും ഉണ്ടാവും. അത് നമ്മൾ പാവി കഴിഞ്ഞാൽ മെജോറിറ്റി വെള്ള പൂക്കൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഗാർഡൻ സോയില്, പിന്നെ ഞാൻ വെർമി കമ്പോസ്റ്റും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ചെടി റീപോർട്ട് ചെയ്തുള്ളത്. പ്രൂണിങ് ചെയ്യണോടുകൂടി തന്നെ ഞാൻ റീപോർട്ടിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ വെർമി കമ്പോസ്റ്റ് ചേർത്തപ്പോഴാണ് ചെടി നല്ല ഇത്രയും കരുത്തിലുണ്ടായത്. തൈകൾ കുറേ കിട്ടാനായിട്ട് നമുക്ക് സീഡ് മുളപ്പിച്ചിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സ്റ്റെം കട്ട് ചെയ്തിട്ടും നമുക്ക് പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഈ 2 രീതിയിലാണ് വൈറ്റ് പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ അധികം യൂസ് ചെയ്യേണ്ടത് സ്റ്റെം പ്രൊപ്പഗേഷനാണ്. അപ്പോൾ ഈ 2 രീതിയിലാണ് അഡീനിയത്തിൻ്റെ ചെടി നമ്മൾ പുതിയത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വർഷത്തിൽ ഒരു തവണ എന്തായാലും റീപോർട്ടിങ് ചെയ്യണം. പുതിയ വളങ്ങൾ ചേർത്ത് മണ്ണൊക്കെ മാറ്റി നല്ല ഫ്രഷ് മണ്ണും വളമൊക്കെ ആയിട്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ചെടിയിൽ നല്ലോണം കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ. പൂവാടാണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ പൂമുട്ട് കൊഴിയൽ, തണ്ട് ചീയൽ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും. തണ്ട് ചീയണതൊക്കെ വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് അവിടെ സാഫ് തേക്കണം. അങ്ങനെയൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ നല്ലോണം ഇല കാണാണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അഡീനിയത്തിൽ ഞാൻ വെള്ള ഫ്ലവറായ കാരണം നല്ല വെറൈറ്റി ലുക്ക് ഉണ്ടാവും ചെയ്യും. നല്ല ഭംഗിയിൽ അഡീനിയം തോട്ടത്തിലുണ്ടാവും. വേറെ 2 വെള്ള ഫ്ലവേഴ്സും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് കാണാം. പൂ കൊഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം 2 ലൈറ്റ് ഗ്രീനിൽ വിത്തുകൾ വരുന്നുണ്ട്. അപ്പം നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ നമ്മൾ കളക്ട് ചെയ്താൽ നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ഭംഗി കിട്ടും. നല്ല ഗ്രീനിൽ നല്ല വൈറ്റ് ഫ്ലവറായിട്ട് നിന്ന് കഴിഞ്ഞാൽ അഡീനിയം വളരെയധികം ഭംഗി കൊടുക്കണം ഒരു ചെടീന്.